2024 ജനുവരി മാസം നടന്ന +2 മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാബ് 24 കണ്ടിന്യൂറ്റി. അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന ലാബിൽ നിന്നും പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യൂസിങ് ദി ഇൻപുട്ട് കമാൻഡ് ഗിവൺ ബിലോ ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇഫ് ഡിസ്കണ്ടിന്യൂസ് റൈറ്റ് ദി റീസൺ ഫോർ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് ആയിട്ട് 3 ഇൻപുട്ട് കമാൻഡ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻപുട്ട് കമാൻഡുകൾ ഉപയോഗിച്ച് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ റീസൺ എഴുതണം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ, എക്സ് ഗ്രേറ്റർ ദാൻ 1, 3x + 1. അപ്പോൾ ഈ കമാൻഡ് ഉപയോഗിച്ച് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ള പോർഷൻ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ഈ കമാൻഡ് ഈഫ് മുതലുള്ള പോർഷൻ ടൈപ്പ് ചെയ്താൽ മതി. കമ്പ്യൂട്ടർ തന്നെ അതിനെ ഡിഫോൾട്ടായിട്ട് എഫ് ഓഫ് എക്സ് എന്ന പേര് നൽകിക്കോളും. അപ്പോൾ നമുക്ക് ഈഫ് മുതലുള്ള പോർഷൻ ടൈപ്പ് ചെയ്യാം. അത് ക്വസ്റ്റ്യൻ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻപുട്ട് ബാറിൽ, ജിയോജിബ്ര വിൻഡോയിലെ ഇൻപുട്ട് ബാറിൽ if x less than or equal to 1, x square, x cap 2 on x square, x greater than 1, 3x + 1. ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ നോക്കുക, ഇവിടെ ഗ്രാഫ് വന്നു. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് എന്ന പേര് കമ്പ്യൂട്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ ഓൾജിബ്രായി കാണാം. ദെൻ എക്സ് ഈക്വൽ ടു 1 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കുക, എക്സ് ആക്സിലെ 1 നോക്കുക. ആ 1ന് നേരെ ഗ്രാഫ് 2 പോർഷനായിട്ടാണ്, 2 പീസായിട്ടാണ് കാണുന്നത്. 2 പീസായിട്ടുള്ള ഈ ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ? അല്ലല്ലോ, തുടർച്ചയല്ല, 2 പീസായിട്ടാണ്, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ നമുക്ക് പല രീതിയിൽ പറയാം. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ, എക്സ് ഈക്വൽ ടു 1 ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ ഈ 1ന് ഇടതുവശത്തുള്ള പോർഷൻ്റെ ടിപ്പ് നോക്കുക. 1ന് നേരെയുള്ള പോയിന്റ് നോക്കുക. ഈ പോയിൻ്റാണ്. ആ പോയിന്റിന് നേരെയുള്ള വൈ വാല്യൂ നോക്കുക, 1 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്. ഇനി റൈറ്റ് ലിമിറ്റ് കാണാൻ 1ന് റൈറ്റ് സൈഡിലുള്ള പോർഷൻ നോക്കിയേ. ആ പോർഷൻ്റെ 1ന് നേരെയുള്ള പോയിന്റ് നോക്കുക, അത് ഈ പോയിന്റ്. അതിന് നേരെയുള്ള വൈ വാല്യൂ 4 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 1ഉം റൈറ്റ് ലിമിറ്റ് 4ഉമാണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകണം. അപ്പോൾ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്നുള്ളത് ഗ്രാഫിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആകുന്നതിന് നമുക്കൊരു കാരണം എഴുതാനായിട്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore f of x is discontinuous at x equal to 1. അത്രയും എഴുതുക. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore f of x is discontinuous at x equal to 1. വേണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുത്തെഴുതുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ + 1, എക്സ് ഗ്രേറ്റർ ദാൻ 1, 3x. അപ്പോൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെ ഓപ്ഷൻസ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാല സമയലാഭത്തിന് വേണ്ടി ഫസ്റ്റ് ഓപ്ഷൻ ടൈപ്പ് ചെയ്ത ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് സെക്കൻഡ് ഓപ്ഷനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. എക്സ് സ്ക്വയർ +1 ആക്കുന്നു. ദെൻ ഇവിടെ 3x +1 എന്നുള്ളത് 3x ആക്കണം. ഇപ്പോൾ ഫംഗ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനിലെ രീതിയിലായി കഴിഞ്ഞു. എൻ്റർ കീ കൊടുക്കുക. ദെൻ അതിൻ്റെ ഗ്രാഫ് കാണാം. ഗ്രാഫിൽ നിന്ന് തന്നെ വ്യക്തമാണ്, എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. 1ന് നേരെ 2 പീസായിട്ടാണ് കിടക്കുന്നത്. ഇനി അപ്പോൾ കണ്ടിന്യൂസ് അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്. റീസൺ എന്തെഴുതും? ഇവിടെ നോക്കുക, ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് 1ന് നേരെയുള്ള ലെഫ്റ്റ് ലിമിറ്റ് എത്രയാണ്? 2, റൈറ്റ് ലിമിറ്റ് 3യുമാണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore f of x is ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ ആൻസർ നമുക്ക് എന്തെഴുതാം? ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 2, റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 3, ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore f of x is ഡിസ്കണ്ടിന്യൂസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം.
മൂന്നാമത്തെ ഓപ്ഷൻ നൽകിയിരിക്കുന്നത് നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ 1 3x മൈനസ് 2. അപ്പോൾ സമയലാഭത്തിന് വേണ്ടി പുറകിൽ ടൈപ്പ് ചെയ്ത ആ ഫംഗ്ഷനെ എഡിറ്റ് ചെയ്ത് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതങ്ങ് എഡിറ്റ് ചെയ്യുകയാണ്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 എന്നാക്കുന്നു. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 3x മൈനസ് 2 എന്നാക്കുന്നത്. ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. ദെൻ അതിൻ്റെ ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് അല്ല എന്നുള്ള പിക്ചറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി അതിന് ഡിസ്കണ്ടിന്യൂസ് ആണ്. അതിന് കാരണം എന്തെഴുതും? ഇവിടെ നോക്കുക, എക്സ് ഈക്വൽ ടു 1 ലെഫ്റ്റ് ലിമിറ്റ് 0 റൈറ്റ് ലിമിറ്റ് 1 ഈ ലിമിറ്റ് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ ലിമിറ്റ്സ് എന്ന ലാബിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാൽ മതി. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 0 റൈറ്റ് ലിമിറ്റ് 1 ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമുക്ക് ഇത്രയും ആൻസറായിട്ട് എഴുതാം. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 0 റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 1 ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Create a slider k with increment 0.1. Using the input command given below, draw the graph of the function f of x. Find the value of k for which the function becomes continuous. നമുക്ക് ആദ്യം ഒരു സ്ലൈഡർ ഉണ്ടാക്കണം. സ്ലൈഡറിൻ്റെ പേര് ശ്രദ്ധിച്ചുകൊള്ളുക, k ആണ്. ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. സ്ലൈഡറിൻ്റെ ടൂള് ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് ടൂളിൽ ആദ്യത്തെ ടൂള്. ഇവിടെ സ്ലൈഡറിന് എ എന്നാണ് ഡിഫോൾട്ട് പേര് വരുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കെ എന്നൊരു സ്ലൈഡർ ഉണ്ടാക്കാനാണ്. അപ്പോൾ പേര് മാറ്റി കെ കൊടുക്കുക. ഇൻക്രിമെൻറ്റ് 0.1 ടൈപ്പ് ചെയ്യുക. മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് -5ഉം 5ഉം ഒക്കെ തന്നെ കിടക്കട്ടെ. ദെൻ സ്ലൈഡർ ഉണ്ടായി കഴിഞ്ഞെങ്കിൽ ആ ടൂളൊന്ന് മാറ്റിയിട്ടുള്ളുക. ഇനി യൂസിങ് ദി ഇൻപുട്ട് കമാൻഡ് ഗിവൺ ബിലോ ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന കമാൻഡ്സ് ഉപയോഗിച്ച് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദി ഫംഗ്ഷൻ ബിക്കംസ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്ന കെയുടെ വില എത്രയെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇൻപുട്ട് കമാൻഡ് കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കെ സ്റ്റാർ എക്സ് പ്ലസ് 2 എക്സ് ഗ്രേറ്റർ ദാൻ 3 2x മൈനസ് 4. നമുക്ക് ഈഫ് മുതലുള്ള പോർഷൻ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇൻപുട്ട് ബാറിൽ ഈഫ് ദെൻ ബ്രാക്കറ്റിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കെ സ്റ്റാർ എക്സ് പ്ലസ് 2 എക്സ് ഗ്രേറ്റർ ദാൻ 3 2x മൈനസ് 4 2x മൈനസ് 4. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്തെ കോമയും ബ്രാക്കറ്റും ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഗ്രാഫ് നോക്കുക. ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് നിലവിൽ. കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഇത് രണ്ടും ചേർന്ന് വരണം. അപ്പോൾ കണ്ടിന്യൂസ് ആക്കാനായിട്ടുള്ള കെയുടെ വില കണ്ടുപിടിച്ചാൽ മതി. സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് അത് കണ്ടിന്യൂസ് ആക്കുക, എന്നിട്ട് കെയുടെ വില എഴുതുക. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം. നമുക്ക് സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്, കെ ഈക്വൽ ടു 0 ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഗ്രാഫ് കണ്ടിന്യൂസ് ആയി. അപ്പോൾ കണ്ടിന്യൂസ് ആകുന്ന കെയുടെ വില എടുത്ത് എഴുതിയാൽ മതി. കെ ഈക്വൽ ടു 0 അത്രമാത്രം എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കെ സ്റ്റാർ എക്സ് മൈനസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ 2 എക്സ് പ്ലസ് 3. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ സമയലാഭത്തിന് വേണ്ടി ആദ്യത്തെ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യുന്നു. ഇത് എഡിറ്റ് ചെയ്യാം.
if x less than or equal to 2 എന്നാണ്. x less than or equal to 2 kx minus 1 plus 2 മാറ്റി -1 ആക്കുന്നു. x greater than 2 ഇവിടെ 3 മാറ്റി 2 ആക്കാം. x plus 3 2x minus 4 മാറ്റി x plus 3 എന്നാക്കുന്നു. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഗ്രാഫ്. ഇപ്പോൾ കെയുടെ വാല്യൂ 0 ആണ് നിലവിൽ കിടക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് ആണ്. കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആക്കി കെയുടെ വാല്യൂ എഴുതണം. അപ്പോൾ നോക്കാം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞു. കെയുടെ വാല്യൂ 3. അപ്പോൾ എടുത്തെഴുതുക, കെയുടെ വാല്യൂ 3 ആണ്. അത്രമാത്രം എഴുതിയാൽ മതിയാവും. ഇതിലെ മൂന്നാമത്തെ ഓപ്ഷനും ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് തൽക്കാലം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്രിയേറ്റ് 2 സ്ലൈഡേഴ്സ് എ ആൻഡ് ബി വിത്ത് ഇൻക്രിമെൻറ്റ് 1. അപ്പോൾ നമുക്ക് 2 സ്ലൈഡേഴ്സ് ഉണ്ടാക്കാം. ഇത് രണ്ടും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് 2 സ്ലൈഡേഴ്സ്. സ്ലൈഡറിൻ്റെ പേര് എ ആൻഡ് ബി. എ ഇൻക്രിമെൻറ്റ് 1 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇൻക്രിമെൻറ്റ് 1 കൊടുക്കാം. ഓക്കെ, ഒരു സ്ലൈഡറും കൂടെ വേണം. നിലവിൽ ടൂൾ ആക്റ്റീവ് ആയതുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിന് ഡിഫോൾട്ടായിട്ട് ബി എന്ന് തന്നെയാണ് പേര് വരിക. ഇൻക്രിമെൻറ്റ് 1 കൊടുത്തു. ഓക്കെ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് യൂസിങ് ദി ഇൻപുട്ട് കമാൻഡ് ഗിവൺ ബിലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന കമാൻഡ് ഉപയോഗിച്ച് എഫ് ഓഫ് എക്സ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഈഫ് മുതലുള്ള പോർഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 1, എക്സ് ലെസ് ദാൻ 3 എ സ്റ്റാർ എക്സ് പ്ലസ് ബി, എക്സ് ഗ്രേറ്റർ ദാൻ 3 5. നമുക്കത് നോക്കി ടൈപ്പ് ചെയ്യാം. ഈഫ് ബ്രാക്കറ്റിനുള്ളിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കോമ 1 comma x less than 3 comma a star x plus b, a star x plus b comma x greater than 3 comma 5. കമാൻഡ് കംപ്ലീറ്റ് ആയി. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഇതുപോലെ 3 പോർഷനായിട്ടാണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. 3 പോർഷനായിട്ടാണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഗ്രാഫ് വരച്ചിട്ട് എന്ത് ചെയ്യണം? ഗ്രാഫ് വരച്ചു. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആകുന്ന എയുടെയും ബിയുടെയും വാല്യൂ എഴുതണം. നോക്കാം. അപ്പോൾ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കണ്ടിന്യൂസ് ആക്കണം. ഒരു സൈഡ് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ടുള്ളൂ. യെസ്, ഇപ്പോൾ കണ്ടിന്യൂസ് ആയി. അപ്പോൾ കണ്ടിന്യൂസ് ആകുന്ന എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് എടുത്തെഴുതണം. എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു -1. അത്രയും കാര്യങ്ങൾ എഴുതുക. എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു -1. ഇനി ബി പാർട്ട് എന്താണ്? ഫൈൻഡ് എ വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 1 ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് 3. 1ൽ കണ്ടിന്യൂസും 3ൽ ഡിസ്കണ്ടിന്യൂസും ആകുന്ന വിധത്തിൽ എയുടെയും ബിയുടെയും വാല്യൂ എഴുതണം. നോക്കുക, 1ൽ കണ്ടിന്യൂസ് ആകുക എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരണം. 3ൽ ഡിസ്കണ്ടിന്യൂസ് ആകുക എന്ന് പറഞ്ഞാൽ 3യുടെ നേരെ ബ്രേക്ക് വരണം, ഗ്രാഫിന് ബ്രേക്ക് വരണം. 1ൽ കണ്ടിന്യൂസ് ആകുക എന്ന് പറഞ്ഞാൽ എക്സൈസിലെ 1ന് നേരെ ഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ഇനി 3ൽ ഡിസ്കണ്ടിന്യൂസ് മീൻസ് എക്സൈസിലെ 3ക്ക് നേരെ ഗ്രാഫിന് ബ്രേക്ക് ഉണ്ടാവണം. അപ്പോൾ നോക്കുക, ഇപ്പോൾ എക്സൈസിലെ 1ന് നേരെ ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 1ൽ കണ്ടിന്യൂസുമാണ്, 3ക്ക് നേരെ ബ്രേക്കും ഉണ്ട്. അപ്പോൾ 3ൽ ഡിസ്കണ്ടിന്യൂസ് അറ്റ് 3. അപ്പോൾ ഇപ്പോഴത്തെ എയുടെയും ബിയുടെയും വാല്യൂ എഴുതിയാൽ മതി.
ഇത് ഈ ഒരു വാല്യൂ മാത്രമല്ല വേറെയും വാല്യൂ കിട്ടാം. അപ്പോൾ A = 1 B = 0 രണ്ട് പാർട്ടിൻ്റെ ആൻസറായി. എടുത്തെഴുതേണ്ട A = 1 B = 0. നമുക്കിതിലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിലെ ഫംഗ്ഷൻ ഇതാണ്. f(x) = if x less than or equal to 1 3 x less than 3 a star x plus b x greater than 3 1. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് രണ്ടാമത്തെ ഫംഗ്ഷനിലെത്താം. അപ്പോൾ ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 3 ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. 3 കൊടുത്തു. എക്സ് ലെസ് ദാൻ 3 എ എക്സ് പ്ലസ് ബി എക്സ് ഗ്രേറ്റർ ദാൻ 3 5ന് പകരം 1 വരും. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ദെൻ ഇതേ രീതിയിലാണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കണ്ടിന്യൂസ് ആകാനുള്ള എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കണ്ടിന്യൂസ് ആക്കാൻ നോക്കാം. ഈ ഒരു ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ നോക്കുക കണ്ടിന്യൂസ് ആയി. അപ്പോൾ എയുടെ വാല്യൂ -1ഉം ബി = 4ലും ഇത് കണ്ടിന്യൂസ് ആയി. നമുക്ക് എടുത്തെഴുതേണ്ടത് A = -1 B = 4. ഇനി സെക്കൻഡ് പാർട്ട് നോക്കുക. സെക്കൻഡ് പാർട്ടിൽ ഫൈൻഡ് എ വാല്യൂ ഓഫ് A ആൻഡ് B സോ ദാറ്റ് F ഈസ് കണ്ടിന്യൂസ് അറ്റ് 1 ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് 3. 1ൽ കണ്ടിന്യൂസും, അതായത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരണം, ഇവിടെ 3ൽ ഡിസ്കണ്ടിന്യൂസും ആകണം. അപ്പോൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ Hലൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കുക, ഇപ്പോൾ 1ൽ കണ്ടിന്യൂസ് ആണ്, അതേസമയം 3ക്ക് നേരെ ഡിസ്കണ്ടിന്യൂസും ആണ്. A = 0 B = 3 എടുത്തെഴുതാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കൂടെ ഒന്ന് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനിലെ ഫംഗ്ഷൻ ഇതാണ്. f(x) = if x less than or equal to 1 3 x less than 3 a star x plus b x greater than 3 -1. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഫംഗ്ഷനുമായിട്ടൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. x greater than 3 ആകുമ്പോൾ -1. നമുക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇവിടെ -1 ആക്കി കൊടുക്കുന്നു. അത്ര വ്യത്യാസമുള്ളൂ. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ദെൻ നിലവിലിത് കണ്ടിന്യൂസ് അല്ല, നമുക്ക് കണ്ടിന്യൂസ് ആക്കണം. ഫസ്റ്റ് പാർട്ട് ഇത് കണ്ടിന്യൂസ് ആക്കണം. നമുക്ക് ഇപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ A = -2 B = 5. എ പാർട്ടിന് എഴുതേണ്ട ആൻസർ A = -2 B = 5. ഇനി ബി പാർട്ടിൽ 1ൽ കണ്ടിന്യൂസും 3ൽ ഡിസ്കണ്ടിന്യൂസും ആകണം. 3ക്ക് നേരെ ഡിസ്കണ്ടിന്യൂസും ആയിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 1ൽ കണ്ടിന്യൂസ് ആയി, 3ക്ക് നേരെ ഡിസ്കണ്ടിന്യൂസും ആയി. എടുത്തെഴുതാം A = -1 B = 4. അപ്പോൾ ലാബ് 24ലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയി.